ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു മിനി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ വാണ്ടറിങ് ഫുഡി യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിലത്തെ കണ്ടൻറ്റ് കണ്ടിട്ട് എൻ്റെ കെട്ടിയോനിക്കൊരു വല്ലാത്തൊരാഗ്രഹം. ഒസ്മാനിയ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് നമ്മുടെ UAE ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വാണ്ടറിങ് ഫുഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ കെട്ടിയോനിക്ക് ഇത് കഴിക്കാനുള്ള പൂതി. ഞാനിത് നാട്ടിൽ നിന്ന് മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്കിത് കാര്യമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. ഞങ്ങൾ 2-3 സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചു, അവിടെ നിന്നൊന്നും ഞങ്ങൾക്കിത് കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ് കിട്ടി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഉസ്മാനിയ ബിസ്ക്കറ്റിൽ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നതെന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിലത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടീ ബിസ്ക്കറ്റാണ് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ്. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിലെ അവസാന നിസാമായിട്ടുള്ള മിർ ഉസ്മാൻ അലി ഖാൻ്റെ രാജകീയ കിച്ചണിൽ നിന്നാണ് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റിൻ്റെ തുടക്കം. ഒരു മധുരവും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇതുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് ഹൈദരാബാദ് ഫേമസ് വേൾഡ് ഓവർ എന്ന് ഇതുമ്മൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചായയുടെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇതിൻ്റെ പാക്കിങ്ങും പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല രസത്തിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. പുറമേത്തെ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കാം. ഈ ഒസ്മാനിയ ബിസ്ക്കറ്റിൽ തന്നെ 2-3 ഫ്ലേവേഴ്സ് വേറെ വരുന്നുണ്ട്. ഇവരുടെ തന്നെ ഫ്രൂട്ട് ബിസ്ക്കറ്റും ചായ് ബിസ്ക്കറ്റും പിന്നെ കാഡമം ഫ്ലേവറിലുള്ള ഒരു ബിസ്ക്കറ്റും മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഈ ബിസ്ക്കറ്റിന് 15 ദിർഹംസാണ് ഇവിടെ ഞങ്ങൾ കൊടുത്തത്. ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ബിസ്ക്കറ്റ് വരുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതേപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. നമുക്ക് പുതിയായിട്ടുള്ള ആളുടെ പ്രതികരണം കേൾക്കാം. അടിപൊളി.